ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി രാത്രിയിൽ ചോറിന് പകരം ഇത് കഴിച്ചാൽ മതി. വണ്ണവും വയറും എല്ലാം കുറഞ്ഞ് കിട്ടും. ഇത് റെഡിയാക്കാൻ ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ, ഒരു മാങ്ങാപ്പഴം, പിന്നെ ഒരു പച്ചമുളക്, സബോള. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങ ഇതിൻ്റെ പകുതി മതി. അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ കുറച്ച് മതി. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. മാങ്ങ നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്ത റവ നിങ്ങൾ അത് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അത് മാങ്ങയിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളകും കൂടി ചേർത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഉപ്പ് കുറച്ച് മതി, കൂടിപ്പോകാതിരിക്കാൻ ആദ്യമേ കുറച്ചിട്ട് നോക്കണം. അത് കഴിഞ്ഞ് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് നമുക്കിത് കുഴച്ചെടുക്കണം. തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് വല്ല സ്പൂണോ തവിയൊക്കെ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. കൈയൊന്നും ആരും പൊള്ളിയാൽ ഭാഗ്യം പോകുമെന്നാണ്. അതുകൊണ്ട് പൊള്ളിക്കാതെയൊക്കെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രധാന ഭക്ഷണമായിട്ട് മാറിയിരിക്കുകയാണ് റവ. ഇതിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ആരോഗ്യത്തിന് പല രീതിയിലും ഗുണകരമാണ് ഈ റവ. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റവ. കുഴച്ച് നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട് മാങ്ങായും ഒക്കെ. എന്നിട്ട് ഒരു പാനിലേക്ക് ശകലം ബട്ടർ തേച്ച് നമുക്കൊന്ന് മിനുസമാക്കി എടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന റവ ഇതുപോലെ പരുവത്തിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് എന്നിട്ട് നമുക്കത് കല്ലിൽ പരത്തിയെടുക്കാം. കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം, നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. ബട്ടർ തേച്ചേക്കുന്നത് കൊണ്ടാണ് അത് ഇതുപോലെ ആയി കിട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ശകലം ബട്ടറും കൂടെ ചെയ്തും കൂടി ഇട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് വേകുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നേരം ചോറ് കഴിക്കാൻ വണ്ണം കൂടുമല്ലോ, ഇനി എന്ത് കഴിക്കും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇതുപോലെ റവ കൊണ്ടൊരു അടയോ റവ പരത്തിയതോ എന്ത് വേണേലും പറയാം. മാങ്ങാ റവ പരത്തിയതോ സ്വാദിഷ്ടമായ അതിലേറെ ഗുണങ്ങളുമുള്ളൊരു വിഭവമാണ് റവ കൊണ്ടുണ്ടാക്കിയത്. ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും വളർച്ച കുറയാനൊക്കെ ഇത് നല്ലതാണ്. അതായത് അനീമിയ വരുന്ന രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.